ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, അമ്മയാണ്. നല്ല ഫ്രഷ് മട്ടൻ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ, 5 വെളുത്തുള്ളി, 5 ചുവന്നുള്ളി, പിന്നെ പെരിഞ്ചീരകം, ഉലുവ, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചൂട് ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഈ അരപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അരപ്പ് ചെറുതായിട്ട് മൂത്ത ശേഷം നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മതിയാവും. നമ്മുടെ അരപ്പ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റാക്കി, നല്ല ഫൈൻ പേസ്റ്റാക്കി വയ്ക്കണേ. ഇനി എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് കട്ടിങ്. അതിനായിട്ട് 2 ഉള്ളി, 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ പാചകം ചെയ്യുന്ന ചട്ടിയിലേക്ക്, മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടി ഉപയോഗിച്ച് അടുപ്പത്താണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. അതിന് വേറൊരു ടേസ്റ്റാണ് ഗൈസ്. ഇനി നമുക്ക് അതിലോട്ട് മസാലപ്പൊടികളിടാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കാം. ആ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കയ്യിലോ വേറെ ഒന്നും ഉപയോഗിക്കരുത്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. എന്നാലും നമ്മൾ മസാലക്കൂട്ട് നന്നായിട്ട് കറിക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കുന്നതേ വിറകടുപ്പിലാണേ. നല്ല തീയുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ചുവന്ന കളറിൽ തീ കാണുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ മട്ടൻ കറി. എനിക്ക് ചിക്കൻ കറീനോടൊക്കെ ഭയങ്കര ഇഷ്ടം മട്ടൻ കറിയാണ്. മട്ടൻ ഹാഫ് വെന്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് കൂടി ഒന്നും ചെയ്യണം, നന്നായിട്ട് വേവണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം. പിന്നെ നമ്മൾ കറിവേപ്പിലയാണ്. ഞങ്ങൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്, നല്ല നാടൻ കറിവേപ്പിലയാണ്. എന്നിട്ട് നമ്മൾ അരപ്പ് പാരുകയാണ് ചെയ്യുന്നത്. അരപ്പ് പാർന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തിളപ്പിക്കണേ. അതിന് ശേഷം എന്നിട്ട് ഉള്ളിയിൽ വറവിടുകയാണ്. അതിന് നമ്മൾ കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത്. 5-8 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് എരിഞ്ഞിട്ടിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വേഗം നമുക്ക് കറി അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കാം. നമ്മൾ ഉള്ളി വറവിട്ട് നമ്മളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സൗണ്ട് ഞാൻ പോക്കാത്തത്. ആ സൗണ്ട് പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് കളയാതിരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ.